Now playing. Thutic Kanoda, Kata? Thutic Girauda, Nai. തൂറ്റിക്കണോടാ പദ തൂറ്റിച്ചേരടാ നായേ Malevolent Wazim. On the floor. ഹലോ ചങ്ങായിമാരെ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സിജോന്റെ ബിഗ് ബോസിലുണ്ടായിരുന്ന സിജോന്റെ എൻഗേജ്മെന്റ് പോട്ടെ കല്യാണം വരുന്നത്. കല്യാണത്തിനോടനുബന്ധിച്ച് നടന്ന ഫംഗ്ഷനിൽ വിളിക്കപ്പെടാത്ത ഒരു അതിഥി എൻ്റെ കുടുംബത്തിൽ വന്ന് ഞങ്ങളുടെ സമാധാനം കളയാൻ ശ്രമിച്ചു എന്ന് ലാലേട്ടൻ പറയുന്ന പോലെ തന്നെ നോറ കയറി ചെല്ലുകയും നോറ ചെന്നിട്ട് കേക്ക് എടുത്തിട്ട് ഈ പറയുന്ന സിജോന്റെ മുഖത്ത് തേക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ വിഷയത്തെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നോറ ഈ വിഷയം റീലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിയിൽ നോറക്ക് നല്ല പൊങ്കാല കിട്ടുന്നുണ്ട്. നോറ ചെയ്ത ഈ പ്രവൃത്തിയോട് ഞാൻ എത്രയും യോജിക്കുന്നില്ല. ഒരുമായി തോന്നിവാസമാണ് നോറ കാണിച്ചത്. ഒറ്റ വാക്കി പിന്നെ കട്ട തോന്നിവാസം. കാരണം ഒരാളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ് കല്യാണം. ചിലരുടെയൊക്കെ ലൈഫിൽ ഒറ്റ തവണ കല്യാണം ഉണ്ടാവും. നോർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലവരുടെയൊക്കെ ലൈഫിൽ ഒറ്റ തവണ ഉണ്ടാവുന്ന ഒരു സന്തോഷ നിമിഷമാണ്, എന്നും ഓർത്ത് വെക്കേണ്ട ഒരു നിമിഷമാണ്. അതിനുവേണ്ടി അവർ എത്രത്തോളം പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം നല്ല നല്ല ഡ്രസ്സുകൾ, നല്ല മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയം. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന മുമ്പും ഇപ്പോഴും എപ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും അറ്റൻഡ് ചെയ്തൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഈ മാതിരിയുള്ള തോന്നിവാസം കാണിക്കുന്നത് അത്ര ന്യായീകരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ അതിന് നോറയുടേതായ ഒരു ന്യായീകരണം നോറക്ക് ഉണ്ട് കേട്ടോ. നോറയുടെ ഒരു ബർത്ത്ഡേക്ക് ഈ പറയുന്ന സിജോ ഒക്കെ ചെന്നിട്ട് കേക്ക് മുറിക്കുന്നതിനേക്കാൾ മുമ്പ് മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന സിജോ ഒക്കെ ചെന്നിട്ട് കേക്ക് എടുത്ത് നോറയുടെ മുഖത്തേക്ക് നോറനെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടൊക്കെ ചെയ്തു എന്ന് പറയണ്ടായിരുന്നു. എന്തൊക്കെ ആയാലും അതൊരു ബർത്ത്ഡേ ആണ്. എല്ലാ വർഷവും ജീവനുള്ള കാലം വരെയൊക്കെ എല്ലാ വർഷവും ഈ ബർത്ത്ഡേ ഉണ്ടാവും എന്ന് വേണമെങ്കിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഫ്രണ്ട്സുകൾ, ഇത് കല്യാണമാണ്, ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കലൊക്കെ ഉണ്ടാവുള്ളൂ. അത് അത്രത്തോളം എൻജോയ് ചെയ്ത് അത്രത്തോളം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുമാതിരിയുള്ള തോന്നിവാസം കാണിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. എന്തായാലും നോറ ഈ തോന്നിവാസത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. തുടർന്ന് നമ്മുടെ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്താം. അതിനിടെ ദിയാകൃഷ്ണയുടെ ഒരു സ്റ്റോറിയും തുടർന്ന് ദിയാകൃഷ്ണ ഇട്ട കമന്റിന്റെ റീപ്ലൈ ഒക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മുടെ നോറയുടെ തോന്നിവാസം കാണാം. തോന്നിവാസം കാണുന്നതിനേക്കാൾ മുമ്പ് വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, കണ്ടുനോക്ക്. കണ്ടില്ലേ, ഒരു നല്ലൊരു സമയത്ത് നല്ലൊരു എല്ലാവരും ഉണ്ട്. ഈ പറയുന്ന ആരാണ് കൂടെ നിൽക്കണത്, അവരൊക്കെ പേരൊക്കെ മറന്നുപോയി സത്യം പറഞ്ഞത്. ഈ എല്ലാവരും നിന്ന് നല്ലൊരു ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നോറ പോയിട്ട് ഈ പറയുന്ന പോലെ തോന്നിവാസം കാണിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന നോറേനെ ഈ സിജോ കൂടി സ്വിമ്മിംഗ് പൂളിൽ ചാടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ശരിയാണ്, ഫ്രണ്ട്സൊക്കെ ഉള്ള സമയത്ത് നല്ല എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയമാണ്. പക്ഷെ കാണുന്ന കാഴ്ചക്കാർക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിലൊരാളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ ലൈഫിൽ ഏറ്റവും സുന്ദരമായ നിമിഷത്തിൽ ഇതുപോലെയുള്ള ഭാഷണം കലക്കുന്ന ഒരു പരിപാടിയോട് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല, യോജിക്കുന്നില്ല. ഈ പറയുന്ന നോർക്ക് അതിന് ായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. കാണുന്ന എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഈ അഭിപ്രായങ്ങളാണ് നോറ ഇട്ട ഈ റീലിന്റെ അടിയിൽ കമന്റ് ആയിട്ട് വരുന്നത്. നോർക്ക് നല്ല രീതിയിലുള്ള പൊങ്കാല, നല്ലൊരു തെറിയൊക്കെ ഈ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ദിയാകൃഷ്ണ ഒരു സ്റ്റോറി ഇട്ടുണ്ടായി. ദിയാകൃഷ്ണയുടെ സ്റ്റോറിയിൽ ദിയാകൃഷ്ണ പറയുന്നത് എന്താണ്, ഞാൻ നോക്കിയപ്പോൾ ആ സ്റ്റോറി എനിക്ക് കാണാൻ കഴിയില്ല. 24 മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് സ്റ്റോറി പോയതായിരിക്കും. പകരം നമ്മുടെ മനോരമ ഓൺലൈൻ ന്യൂസിൽ വന്നൊരു തമ്നേൽ ഉണ്ടായി. തമ്നേൽ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല. നോറക്കെതിരെ ദിയാകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു തമ്നേൽ കാണാനായിട്ട് ഉണ്ടായി. ഇതേപോലെ തന്നെ ഭർത്താവിനെ വളരെയേറെ സ്നേഹിക്കുന്ന ദിയാകൃഷ്ണക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സമയം അല്ലെങ്കിൽ ഒരു സന്ദർഭമൊക്കെ കാണുമ്പോൾ വളരെയേറെ ഫീൽ ചെയ്യുന്നുണ്ടാവും. നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം ഭർത്താവിനെ സ്നേഹിക്കുന്ന അത്രയും സ്നേഹനിധിയായ ഒരു ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു വിഷമമായിരിക്കാം, വേദനയായിരിക്കാം ദിയാകൃഷ്ണ ഇങ്ങനെ ഒരു സ്റ്റോറിയായിട്ട് പങ്കുവെച്ചത്. അതിൻ്റെ ഇടയിൽ ദിയാകൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് ഇവരൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദിയാകൃഷ്ണ അത് ആ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. എന്താണ് ഐ സീരിയസിൽ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എനിക്കറിയില്ല അവരെ. പകരം എൻ്റെ ഭർത്താവിനോടാണ്, അത് ആണോ പെണ്ണോട്ടെ, എൻ്റെ ഭർത്താവിനോട് ഇമാതിരിയുള്ള പരിപാടി അല്ലെങ്കിൽ എൻ്റെ ആളിനോട് ഇമാതിരിയുള്ള പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത ദിവസം കേക്ക് തിന്നാൻ ഉണ്ടാകില്ല എന്നായിരുന്നു ആ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റോറി ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അത് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോയതായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇതേപോലെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്ന എന്ന് വെച്ചാൽ ഒരു ഭാര്യ എന്ന നിലയിൽ ദിയാകൃഷ്ണനോട് ഒന്നേ ചോദിക്കാനുള്ളൂ. ഇതേ ഫംഗ്ഷനിൽ ഈ പറയുന്ന സായി കൃഷ്ണനും സായിയുടെ ഭാര്യ സ്നേഹയും തമ്മിൽ കിസ് ചെയ്യുന്ന ഒരു രംഗമുണ്ടായിരുന്നു. നമുക്ക് ആ രംഗം ഒന്ന് കണ്ടുനോക്കിയതിന് ശേഷം ആ രംഗം കാണുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതിൽ ആ ഹൈറ്റാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ഹൈറ്റ് ഒന്ന് കാണേണ്ടതുണ്ട്. നിങ്ങൾ ആ രംഗം ഒന്ന് കണ്ടുനോക്ക്. സായിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്.
ഈ ഒരു റീലിൻ്റെ ഇടയിൽ വന്ന ഒരു കമൻറ്റാണ് കുള്ളന് എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കമൻറ്റിൻ്റെ ഇടയിൽ ഈ പറയുന്ന ദിയാകൃഷ്ണ പോയിട്ട് ഒരു 4 ചിരിക്കുന്ന ഇമോജിന് ഇട്ടുണ്ട്. ഭർത്താവിനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭാര്യയോട് ചോദിക്കുന്ന മറ്റൊരു ഭാര്യയെ കിസ് ചെയ്യുന്ന ഒരു ഭർത്താവിനെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരു കമൻറ്റിൻ്റെ ഇടയിൽ പോയിട്ട് ഇതുപോലുള്ള തോന്നിവാസം എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ഈ ദിയാകൃഷ്ണനെ ഏത് രീതിയിലാണ് കാണേണ്ടത്? സെലിബ്രിറ്റിയാണ്. ഇത് സായി കൃഷ്ണൻ ഒരു വീഡിയോ ഉണ്ട്. സായി കൃഷ്ണൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ പറയുന്ന ദിയാകൃഷ്ണക്ക് സായിനോട് ഒരു വൈരാഗ്യമുണ്ട്. കാരണം സായി ആവട്ടെ ഞാനാവട്ടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും ഏതൊരു വിഷയം കണ്ടാലും അതിലേറെ സംസാരിക്കുന്നവരാണ്, ആ വിഷയത്തെടുത്ത് സംസാരിക്കുന്നവരാണ്. അതേപോലെ തന്നെ ദിയാകൃഷ്ണനെ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ അറിയാവുന്നതാണ്. ഓർണമെന്റ്സിന്റെ ഒരു വിഷയമായിട്ട് എയറിലായിരുന്നു. ഇപ്പൊ താഴെ ഇറങ്ങിയപ്പോൾ തന്നെ ഇതുപോലെയുള്ള ഒരു കമന്റും സ്റ്റോറീസ് ഒക്കെ ആയിട്ട് വരുന്നത്. ഒന്നേ ചോദിക്കാനുള്ളൂ, ഉളുപ്പുണ്ടോ നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. നോറ കാണിച്ചത് ശരിയായില്ലെന്ന് തോന്നി, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി. ഇതേപോലെ ഞാനും എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. എനിക്കും ശരിയായി തോന്നുന്നില്ല, നോറ കാണിച്ച പരിപാടിയോ ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, അറിയോ അറിയാതിരിക്കോ. കാരണം ഈ പറയുന്ന ദിയാകൃഷ്ണൻ നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയാണ്, വിദേശിയാണ്. അതുകൊണ്ട് മലയാളം കാര്യങ്ങളോ മലയാളികളെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന നോറയെ കുറിച്ചോ സിജോനെ കുറിച്ചൊന്നും അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നോറയൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിരുന്നത്. എന്തോ ആവട്ടെ, മേ ബി ഈ പറയുന്ന നമ്മുടെ മലയാളികളായിട്ടൊന്നും ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരാളായ ദിയാകൃഷ്ണനെ കുറിച്ച് അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ അതേ ദിയാകൃഷ്ണനെ മറ്റൊരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് ഇതുപോലെയുള്ള തോന്നിവാസം കമന്റ് ഇടുന്നത് എന്ത് വികാരത്തിന്റെ പേരിലാണ് എന്നാണ് നമുക്കറിയാത്തത്. കാരണം എന്ന് വെച്ചാൽ ദിയാകൃഷ്ണക്കെതിരെ വീഡിയോ ചെയ്തിരിക്കുന്ന സായിനോടുള്ള ഒരു വൈരാഗ്യമാണോ ഇതുപോലുള്ള സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള കമന്റിന്റെ അടിയിൽ പോയി ഇതുപോലെയുള്ള ഒരു റീപ്ലൈ കൊടുക്കാൻ കാരണമായത്? കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന സായി തന്നെ ചെയ്ത വീഡിയോയിൽ സായി പറയുന്നുണ്ട്, ഈ പറയുന്ന ദിയാകൃഷ്ണ ഈ സായിയുടെ ഏതോ ഒരു വ്യക്തിയെ, ഏതോ സിനിമ മേഖലയിലുള്ള ഒരു വ്യക്തിക്കെതിരെ ചെയ്ത വീഡിയോന്റെ അടിയിൽ പോയിട്ടും ദിയാകൃഷ്ണൻ ഇതുപോലെയുള്ള കമന്റ് ഇട്ടത് കാണാൻ ഇടയാണ്ടത്. എന്ന് വെച്ചാൽ സായി ഇടുന്ന പലതിനും ദിയാകൃഷ്ണ ഫോളോ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ഒന്ന് അടിക്കാൻ ചാൻസ് കിട്ടുന്നത് ആ ഒരു അവസരം നോക്കിയാണ് ദിയാകൃഷ്ണൻ നടക്കുന്നത് എന്നാണ് സായി പറയാതെ പറഞ്ഞു വെക്കുന്നത്. എനിക്കും തോന്നുന്നുണ്ട് ദിയാകൃഷ്ണ ഈ ഒരു സ്വഭാവം, എനിക്ക് ആ ഒരു സ്വഭാവം അത്രത്തോളം ഒരു നല്ലതാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ലൈഫ് ഓഫ് അനന്തുവിന്റെ വിഷയത്തിൽ ലൈഫ് ഓഫ് അനന്ത് പറയുന്നുണ്ടായിരുന്നു, അവൻ ഒരു വീഡിയോ ചെയ്തു പറഞ്ഞിട്ട് അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ ശ്രമിച്ചു. എന്തോ ഒരു മണിക്കൂറിന്റെ ഡിഫറൻസിലാണ് അവന്റെ സിസ്റ്ററിന്റെ സഹോദരിയുടെ എൻഗേജ്മെന്റ് നടക്കാൻ സമയത്താണ് ഈ പോലീസുകാർ, അതിന് മുമ്പാണ് പോലീസുകാർ എന്താ ചെന്നെന്ന് പറയുന്നത്. കുറച്ചും കൂടി ലേറ്റായ ആ എൻഗേജ്മെന്റ് പോലും നടക്കൂലായിരുന്നു എന്ന് പറയേണ്ടായിരുന്നു. കാരണം ഒരാൾക്കെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരിക്കുമ്പോൾ അതിനെക്കുറിച്ച് 1-2 വട്ടം ചിന്തിക്കാൻ ശ്രമിക്കണം. സോഷ്യൽ മീഡിയ ഒക്കെയാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതമാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം ഏത് രീതിയിലാണ് അത് അവർക്ക് ഭവിക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ സെലിബ്രിറ്റി ആയിട്ട് അച്ഛൻ സെലിബ്രിറ്റി, അമ്മ സെലിബ്രിറ്റി, സഹോദരികൾ സെലിബ്രിറ്റി, കുടുംബം മൊത്തം യൂട്യൂബ് സെലിബ്രിറ്റികൾ, അങ്ങനെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ പറയുന്ന സാധാരണക്കാരനോടൊക്കെ പുച്ഛമുണ്ടാവും. ഇല്ലെന്നൊന്നല്ല പറയുന്നത്, പുച്ഛമായിരിക്കുള്ളൂ, പണ്ടാരെ പുച്ഛമായിരിക്കുള്ളൂ. ഇപ്പം നമ്മളോടൊക്കെ ഭയങ്കര പുച്ഛമായിരിക്കുള്ളൂ. ആ പുച്ഛം ഉണ്ടെങ്കിൽ പോലും ഒരു സാമാന്യം നിങ്ങൾക്കൊരു ബോധം ഉണ്ടല്ലോ, നിങ്ങളുടെ ബോധത്തിൽ പരമാവധി മുന്നോട്ട് പോകാൻ നോക്കാം. പിന്നെ ഈ പറയുന്ന സിജോ തന്നെ പറയേണ്ടത്, സിജോന്റെ ഈ വെഡിങ് സിജോ വ്ളോഗാക്കാൻ തീരുമാനിച്ചേണ്ട കാര്യം സിജോ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ വ്ളോഗായി കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന മോണിറ്റേഷൻ ബെനിഫിറ്റ് അതിനുവേണ്ടി ഉപയോഗിക്കാം എന്ന് സിജോ തന്നെ പറയുന്നത്. അതിനുവേണ്ടിയാണ് സിജോ വ്ളോഗാക്കിയത്. എന്നാൽ ആ സമയത്ത് ഭാഷണത്തിൽ ക്രീം പോലെ വിളിക്കാത്തവർ അതിഥി കുടുംബം കലക്കാൻ ചെന്നു പറഞ്ഞ പോലെ തന്നെ നോർത്ത് എന്ന് കാണിച്ച് ഇതിന്റെ തരത്തോട് ഞാൻ യോജിക്കുന്നില്ല. അതിനുള്ള പൊങ്കാലം നോർത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നോറെ എത്രത്തോളം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഈ കാണിച്ച തോന്നിവാസമാണ്, അതിനൊരു ന്യായീകരണമില്ല. പക്ഷെ എനിക്ക് ഇത്ര പറയാനുള്ളൂ, ഈ പറയുന്ന ദിയാകൃഷ്ണ കാണിച്ചതും ഒരു തോന്നിവാസമാണ്. പൊക്കമില്ലേ ഉണ്ടോ എന്നൊന്നും നോക്കണ്ട. ഞാൻ ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കുന്ന ഒരു ടൈപ്പാണ്. അതിൽ പല രീതിയിലുള്ള സൈക്കോളജി മുതൽ എല്ലാത്തരം ബുക്കുകളും ഞാൻ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ പാർട്ട്ണർമാരിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പൊക്കം കൂടുതലുണ്ടെങ്കിൽ അവരുടെ റൊമാൻസ് കുറെ കൂടി പ്യുവർ ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അത് വല്ലാത്ത റൊമാൻസ് ആയിരിക്കും, വല്ലാത്ത ഫീൽ ആയിരിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അവർ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി. കാരണം അത് അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ ഇത് ചെയ്യാൻ കഴിയും. എന്നിരുന്നാൽ പോലും വരുന്ന ദിവസങ്ങളിൽ ഒരു വിഷയങ്ങളുമായി കാണാം. ഇതിൽ ഞാൻ പറഞ്ഞ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ബൈ.